ഒരു അക്കൗണ്ട് സ്റ്റാഫ് തുടക്കത്തിൽ തന്നെ വേണം. നമ്മളിപ്പോൾ ചെറുതായിട്ടായിരിക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുക. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു അക്കൗണ്ടന്റിനെ വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടും, ബാലൻസ് ഷീറ്റ് കിട്ടും, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് അതേമാതിരി സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എങ്ങോട്ടാണ് കമ്പനി നീങ്ങുന്നത് എന്നൊക്കെ. ഇനീഷ്യലായിട്ട് തുടങ്ങുന്ന അധിക കമ്പനികൾ എന്ത് ചെയ്യില്ല, അക്കൗണ്ടന്റിനെ വെച്ചിട്ടുണ്ടാവില്ല. തുടക്കത്തിൽ പാണേഴ്സോ അല്ലെങ്കിൽ ഓണറോ ആയിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ബിസിനസ് വലുതാനനുസരിച്ച് ഇവരും തിരക്കിലാവും. അപ്പോൾ കറക്റ്റായിട്ട് അവരും ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ കീപ്പ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇനി ബിസിനസ് വലുതായി സക്സസ് ആവുമ്പോൾ എന്ത് ചെയ്യും, പുതിയ അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യും. ആ ഒരു ടൈമിൽ നമ്മൾ പഴയ റെക്കോർഡിങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, പാണേഴ്സ് ഉള്ള കമ്പനികളാണെങ്കിൽ പാണേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് വരെ ഇത് എന്തായിട്ടുണ്ടാവും കാരണമായിട്ട്. ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ടന്റ് നിർബന്ധമായിട്ടും ഹയർ ചെയ്യുക. അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ടാവും, ഓഡിറ്റിംഗ് കമ്പനികൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന കമ്പനികൾ, അവരെ എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട്സ് ഏൽപ്പിക്കുക.